BJP ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ രജിസ്റ്റർ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടത്തുന്ന ആസാമിലാണ്. 1985 ആസാം അക്കോർഡ് മുതൽ, ആസാം കരാർ മുതൽ അവർ പൗരത്വ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആസാമിൽ ഈ പറയുന്ന SIR-ുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാത്തത്? നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ് നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഭരിക്കുന്ന BJP ഭരിക്കുന്ന ആസാമിൽ ഇപ്പോൾ 13 സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ SIR നടപ്പാക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ നവംബർ 4 തീയതി മുതൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആസാമിനെ ഒഴിവാക്കിയത് എന്ന് BJP പറയണം. അതിന് നിങ്ങൾ കൃത്യമായി മറുപടി പറയാത്തടത്തോളം കാലം നിങ്ങളുടെ ഇതിന്റെ അകത്തെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിനെ പിടിക്കുക, ജനാധിപത്യത്തെ അട്ടിമറിക്കുക. ഏതാനും മാസങ്ങളായി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നിങ്ങൾ ചെയ്ത ഇതേ തട്ടിപ്പ് ലീഗലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിനെ മതേതര കേരളം ചേർത്ത് തോൽപ്പിക്കും. സുപ്രീം കോടതി ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഏകകണ്ഠമായി BJP ഒഴികെ, കാരണം BJP എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുധാരയ്ക്ക് എന്നും വിരുദ്ധമായ നിലപാടെടുക്കുന്ന BJP മാത്രം ഇതിനെ ന്യായീകരിക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ CPM ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോ, സുപ്രീം കോടതി നാളെ ഇത് സ്റ്റേ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ് BJP മനസ്സിലാക്കുന്നത്.